ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു മിനി ഡോണട്ട് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണട്ട് ബണ്ണ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡോ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് ചെറു ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ശേഷം നമുക്കതിൽ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാൻ അതിലേക്ക് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 1.5 കപ്പ് മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ അത്ര ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല. ഇച്ചിരി ലൂസായി വരണം നമ്മുടെ ഡോ. അതായത് നമ്മുടെ കൈമിക്കൊന്ന് ഒട്ടി പിടിക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ ഡോണട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹാർഡായിട്ടല്ല, ഇച്ചിരി ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഡോ കേട്ടോ. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അടച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡോ ഒക്കെ ഇത് നന്നായിട്ട് വീർത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിലെ എയർ ബബിൾസ് ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് നന്നായിട്ട് ഒന്നും കൂടി ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുഴച്ചെടുത്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മൈദ ഒന്ന് തൂളി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ഡോ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഭയങ്കര തിന്നായിട്ട് പരത്തരുത്. 1 ഇഞ്ച് കനത്തിൽ ഞാനിപ്പോൾ പരത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ സർക്കിളിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റ് നമുക്ക് ബണ്ണിൻ്റെ ആ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന പൊടിയിൽ ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ആക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നമ്മൾ മൈദ തൂളി ഒരു പാത്രത്തിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഡയറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൈദ തൂളി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ബട്ടർ പേപ്പറിലെങ്ങാനും വെച്ച് കൊടുത്താലും മതി. അപ്പോൾ എല്ലാം ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു തുണി കൊണ്ട് മൂടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കിയ ഡോണട്ടിൻ്റെ ആ ഷേപ്പൊക്കെ ഒന്നും കൂടി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. കാരണം അത് പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുക്കായി കിട്ടില്ല. അതാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് ഞാനിതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് അതെടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച എല്ലാ ബണ്ണുകളും ഞാനിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോണട്ട് ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ ഒന്ന് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബണ്ണായിട്ട് എടുത്തിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കുക. അതായത് അതിൻ്റെ മേലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മേലെ മാത്രം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ ബണ്ണും ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലൊരു ഡിസൈന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലൊരു ഡിസൈൻ പോലെ ആവും, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഡോണട്ട് ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഡോണട്ട് ബൺ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്